നാളെ നടക്കുന്നത് പൈതൃക സമ്മേളനമല്ല, വൈകൃത സമ്മേളനം. ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ പറയും, നാളെ നടക്കുന്നത് പൈതൃക സമ്മേളനമല്ല, പിന്നെയോ വൈകൃത സമ്മേളനമാണ് എന്ന്. ക്ഷമയോടെ കേൾക്കുക, വിശദീകരിക്കാം. നാളെ കോട്ടയത്ത് നടക്കുന്ന വൈകൃത സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. നടന്ന് തളർന്ന് ഊപ്പാട് വന്ന കുഞ്ഞാടുകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പൈതൃകം കഴിഞ്ഞ കാലങ്ങളിൽ വല്ലാതങ്ങ് ഉയർത്തിക്കളഞ്ഞ മെത്രാന്മാരും പാതിരിപ്പാമ്പുകളും ചടങ്ങിൽ നേരിട്ട് വരും. അവരെ കാണാനുള്ള അവസരമാണ് വൈകൃത സമ്മേളനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിന്യ സവാളയോസ് മെത്രാന്റെ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന ഈശ്വര പ്രാർത്ഥനയോടെ കലാപ പരിപാടി ആരംഭിക്കും. തുടർന്ന് കസേരകുതിയന്മാരായ സഹമെത്രാന്മാരെ പിന്തള്ളി കാതോലിക്ക കസേര പിടിച്ചെടുക്കുകയും അത്താനേസ്യൂസ് മെത്രാനെ പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിൽ പൂശിയിട്ടു എന്ന കേസിൽ FIR-ൽ 1-ാം പ്രതിസ്ഥാനത്തുണ്ടായിട്ടും കാതോലിക്ക എന്ന പദവിയിൽ ഇന്നും ഇരിക്കുന്ന ആ തൊലിക്കെട്ട് പരിഗണിച്ച് വാഴൂർ മത്തായിക്ക് ജണ്ടും മാലയും കൂടാതെ തലപ്പാവും ധരിപ്പിക്കും. തുടർന്ന് ചടങ്ങുകൾക്ക് കുളിർമ പകരാനായി ചെങ്ങന്നൂർക്കാരൻ സജി പാതിരിയുടെ പുല്ലാങ്കുഴൽ കച്ചേരി. തുടർന്ന് കോട്ടയത്തു നിന്നും ഇടുക്കിയിലേക്കുള്ള യാത്രാമധ്യേ പുല്ലാങ്കുഴൽ പാരായണത്തിനിടെ വണ്ടിയുടെ നിയന്ത്രണം വിട്ട് ആക്സിഡന്റായി കാലൻ കൊണ്ടുപോയ മെത്രാന്റെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന എൻഡോമെന്റിന്റെ തുടക്കം ഷിബു പാതിരിക്ക് കൊടുത്തുകൊണ്ട് തുടക്കം കുറിക്കും. 17 വയസ്സിൽ താഴെയുള്ളവരെ ഹഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അംശവടിയിടയ്ക്ക് അലമ്പുണ്ടാകാതിരിക്കുവാൻ കഴിക്കേണ്ടുന്ന മരുന്നിനെക്കുറിച്ചും അമേരിക്കയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ചതിനെ തുടർന്ന് നാടുകടത്തപ്പെട്ട അലക്സിയോസ് മോർ കെട്ടിപ്പിടിക്കോസ് നടത്തുന്ന പ്രത്യേക ക്ലാസ് ഉണ്ടാവും. തുടർന്ന് കരിമീൻ തിന്നാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിവന്ധ്യ സവാളക്കണ്ണൻ നാർന്ന മേനി തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിവരിക്കും. സഹോദരൻ എന്തുകൊണ്ട് നാടുവിട്ടു എന്ന ഹ്രസ്വ ഡോക്യുമെൻ്ററിയും അദ്ദേഹം പ്രദർശിപ്പിക്കും. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സെഗ്മെന്റിൽ തന്നെ സിനഡിൽ നിന്നും മുടക്കി നിർത്തിയത് എന്തിനാണെന്നും അതിനുശേഷം തന്നെ ബംഗളൂരുവിൽ നിന്ന് എന്തിനാണ് തുമ്പമണ്ണിലേക്ക് പറിച്ചു നട്ടതെന്നും സെറാഫിം മെത്രാൻ പറയും. ആ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ തിങ്കളാഴ്ച വൃത്തിയായി ഞങ്ങൾ പറയും. മടത്തിലമ്മയെ ഉടയാതെ കാറിൽ മടിയിലിരുത്തി എങ്ങനെ കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ ഗബ്രിയേൽ മാലഹയുടെ ക്ലാസ്സും ഉണ്ടാവും. അടുത്ത സെഷനാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ അഭിമാനഭാചനങ്ങളായ കുമ്പസാര പീഡന ഫെയിമുകൾക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങാണ് അത്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പം ഒരപ്പം കൊണ്ട് 5 പേരെ പോഷിപ്പിച്ച പങ്കിടലിൻ്റെ ആ മഹാമാതൃക കാട്ടിത്തന്ന ആ പാതിരിമാരെ വിശ്വാസികൾക്കൊന്ന് തൊട്ടു നോക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. സൂപ്പറല്ലേ? ഇനി വീട്ടമ്മമാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടുക്കളത്തോട്ടവും റംബുട്ടാൻ വിളവെടുപ്പും എന്ന വിഷയത്തിൽ ഷൈജു കുര്യൻ്റെ ക്ലാസും മാംഗോസ്റ്റിനും ഞാനും എന്ന വിഷയത്തിൽ ബിജു തോമസ് പാതിരിയുടെ ക്ലാസും ഉണ്ടായിരിക്കും. പെണ്ണ് പിടിക്കാൻ പോയി മാംഗോസ്റ്റിനിൽ കെട്ടിയിട്ട് അടികിട്ടിയ വന്ധ്യവൈദികനാണ് അദ്ദേഹം. ഇനി ഭർത്താക്കന്മാർ മരിച്ചുപോയ ഭർത്താക്കന്മാർ വിദേശത്തുള്ള അമ്മമ്മമാർ എന്നിവരെ കണ്ടെത്തി പാതിരാത്രി വിളിച്ചുണർത്തി ഹൂത്തോമ പാടി ഉറക്കുന്ന ജോസ് കത്തനാരുടെ പ്രശസ്ത ഹൂത്തോമകൾ കേൾക്കുവാനുള്ള അവസരമാണ് ഇനി. പ്രൊമോ പ്ലീസ്. ഞാനോ? അയ്യോ, ഇവിടെ ആളും പേരില്ല. എനിക്കെന്തോ തരുമമ്മ? എനിക്കെന്തോ തരുമമ്മ? എന്നെ തന്നെ അങ്ങ് തരുമല്ലേ? അയ്യോ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റത്തില്ല, അത് സമയത്ത് അല്ലാതെ പാടുമ്പോ തെറ്റ് വരുമല്ലേ? എന്നെ തന്നെ സന്നിധി. പള്ളിമുറിയും പരിശുദ്ധ വ്യഭിചാരവും എന്ന വിഷയത്തിൽ ഈ വിഷയത്തിൽ ഉടുതുണിയില്ലാതെ പിടിക്കപ്പെട്ട ജിനോ കത്തനാരുടെ അനുഭവസാക്ഷ്യം ഉണ്ടായിരിക്കും. കയ്യിലുണ്ടായിരുന്ന മുട്ടപ്പപ്സും കൊക്കക്കോളയും എങ്ങനെ ഉപകാരപ്പെട്ടു എന്നും അദ്ദേഹം വിശദമാക്കും. വീട്ടിലെ മദ്ബഹയും ഉച്ചയ്ക്കത്തെ കൂതാശയും എന്ന വിഷയത്തിൽ ഭർത്തൃമതിയെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു അവർ ഒടുക്കം ആത്മഹത്യ ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ ചവിട്ടുകൊണ്ട് മോങ്ങിക്കരിഞ്ഞ വർഗീസ് മാർക്കോസ് ആര്യാട്ടിൻ്റെ അമ്മമ്മ പാട്ടുകൾ ഉണ്ടായിരിക്കും. പ്രൊമോ പ്ലീസ്. ഇല്ല, എൻ്റെ അമ്മ ഇല്ല. ഞാൻ ബൈബിൾ എടുത്ത് സത്യം ചെയ്യാം. അച്ഛൻ അവളോട് പറയുകയും വേണം, എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അച്ഛൻ അവളോട് പറയുകയും വേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതും പറയണ്ട, ഒരു കാരണവും ഞാൻ പറയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അത് അച്ഛൻ കൊടുക്കും. പല പ്രാവശ്യം ഞാൻ എന്നോട് പറഞ്ഞു ഈ ബന്ധം മുന്നോട്ട് പോകരുത്. ഞാൻ അച്ഛനോട് ഉപദ്രവിക്കാനല്ല, എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം. ഞാൻ അച്ഛനൊന്ന് ആലോചിച്ച് വിളിച്ച അന്ന് പോലെ ചങ്ക് പെടുന്ന ജീവിക്കുന്നറിയോ? ഇപ്പോഴത്തെ സഭയുടെ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കറിയാം. അതിനകത്ത് ഇതിന്റെ അപ്പുറം കുളം കലക്കാൻ എനിക്കറിയാം. ഈ കലക്കിന്റെ അപ്പുറം കുളം കലക്കാൻ അറിയാം. എന്തുകൊണ്ട് കുളം കലക്കാതെ താങ്കളെ കൂടെ ഉദ്ദേശിച്ച ഇവിടെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് താങ്കൾ പറ. കരഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അതും കൂടെ നാണക്കേടാകണ്ട. ഞാനിത് ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവളോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യം പറ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ മതി. എനിക്ക് ഒന്നിനും പോകത്തില്ല, ഞാൻ ഒന്നിനും പോകത്തില്ല. ഏത് സമയത്താണോ ഇത് വിളിച്ചത്? ഇത് എന്റെ സമയത്താണ് വിളിച്ചത്. ഞാൻ ഇതെല്ലാം കണ്ടും കേട്ടും തന്നെ ജീവിച്ചതാണ്. ഇതുപോലെ പല കേസും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് വന്നപ്പം എന്റെ തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ തെളിയിക്കും. അച്ഛൻ പറഞ്ഞില്ലേ, അത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും മതി, നാട്ടുകാരും മതി. അതുകൊണ്ട് അച്ഛൻ സ്വന്തമായിട്ട് കാര്യം എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു. ഒരിക്കലും എന്നെ ഞാൻ നിർബന്ധിച്ച് വന്നല്ലെന്ന ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം ചെയ്തു? എത്ര? ഒരു പ്രാവശ്യം. എവിടെ വെച്ച്? ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ വെച്ച്. ഒരു പ്രാവശ്യം അല്ല, എന്റെ വീട്ടിൽ വെച്ച്. ഒരു പ്രാവശ്യം അല്ല അച്ഛാ, ഒരു പ്രാവശ്യം അല്ല. എനിക്ക് പറയാനില്ല. എനിക്ക് ഞാൻ ഇത് പറഞ്ഞോണാണ് ഞാൻ പോകുന്ന നശിച്ചോട്. പിടിവിട്ട മനസ്സും കാക്കനാട്ട് ജയിലിലെ ഗോതമ്പുണ്ടയും എന്ന ആത്മകഥ പറയുന്നത് കൂട്ടുകിടക്കാൻ വന്ന 15 വയസ്സുകാരിയെയും 10 വയസ്സുകാരനെയും ഉപദ്രവിച്ച് പോക്സോ കേസിൽപ്പെട്ട് കാക്കനാട്ടെ ജയിലിൽ കിടന്ന ശമമോൻ റബ്ബാൻ എന്ന 82-കാരൻ. തമ്മരടിയും അല്പം പ്രാർത്ഥനയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രശസ്ത ധ്യാനക്കുറുക്കനും പ്രകൃതി വിരുദ്ധ പീഡനം പിടിക്കപ്പെട്ടപ്പോൾ എലിവിഷം കഴിച്ച കുമ്പസാര രഹസ്യം പരസ്യമാക്കി ലില്ലി ജോർജിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ബസ്ലേൽ റബ്ബാൻ. ഹണി ട്രാപ്പും കുഴയ്ക്കുന്ന അംശവടിയും എന്ന വിഷയത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഖത്രാർമാരുടെ ഹണി ട്രാപ്പിൽപ്പെട്ട സ്ത്രീകളെ അരമനയിൽ കയറ്റി താമസിപ്പിച്ച മുൻ ഇടുക്കി മെത്രാൻ തെബോദോറോസ്. മരണവും പുഴുക്കും പിന്നെ കൈമുത്തും എന്ന വിഷയത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് ചെങ്ങന്നൂർ മെത്രാൻ തീമോത്തേയോസ്. കിടപ്പുമുറിയിലെ കൗൺസിലിങ്ങിന്റെ അപകടങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് കിടപ്പുമുറിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയയാക്കുകയും കുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിന് അറസ്റ്റിലായി പത്തനംതിട്ട ജയിലിൽ കിടന്ന പോൺസൺ ജോൺ കത്തനാർ. പൗരോഹിത്യവും തമരടിയും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിക്കുന്നത് അടൂർ കടമ്പനാട് മെത്രാൻ. ഭർത്താവായ തൻ്റെ ശമ്മാനെ മെത്രാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന ബെസ്കിയാമയുടെ പരാതി വിശ്വാസികൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? പൗരോഹിത്യവും കുളിസീനും എന്ന വിഷയത്തിൽ ക്ലാസുകൾ എടുക്കുവാൻ വരുന്നത് സ്ത്രീകളോട് നഗ്നദൃശ്യങ്ങൾ അയക്കുവാൻ ആവശ്യപ്പെടുന്ന റോണി കത്തനാർ. നിങ്ങൾ കേട്ട് മടുത്തല്ലേ? ഞാനും പറഞ്ഞു മടുത്തു. ഞാൻ പറഞ്ഞ് നാണം കെട്ടു. ഇതൊക്കെ കേട്ടിട്ട് ഇവന്മാർക്ക് യാതൊരു നാണവുമില്ല, മാനവുമില്ല. ഇതാണ് ഇവരുടെ പൈതൃകം. മുഴുവനും പറയാൻ നിന്നാൽ ദിവസങ്ങളെടുക്കും. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. ഇത്രയും ആഭാസന്മാരായ മെത്രാന്മാരും പാതിരികളും ലോകത്തൊരിടത്തും കാണില്ല. ഇത്തരക്കാരെ തെളിവുകൾ സഹിതം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടും അവർക്കെതിരെ യാതൊരു ശിക്ഷാ നടപടികളും എടുക്കാതെ അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ വാഴൂർ മത്തായി എന്ന പൈശാചികനോട് ഞങ്ങൾക്ക് ഇത്രയും വെറുപ്പുള്ളത്, അറപ്പുള്ളത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇതാണ് ഇവരുടെ പൈതൃകം. ഈ വൈകൃതത്തിൻ്റെ ആഘോഷമാണ് നാളെ നടക്കുന്നത്. ഈ മ്ലേച്ഛന്മാർക്കെതിരെ നടപടികൾ എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പൈതൃകം തുറന്ന് കാട്ടിക്കൊണ്ടേയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.